ഹലോ, നമസ്കാരമുണ്ട്. ഇന്ന് ദി ബൈക്ക് റൈഡേഴ്സ് എന്നുള്ള സിനിമയെ കുറിച്ചിട്ട് പറയാം. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതാണ്. ഇന്നാണ് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയത്. ബൈക്ക് ഗ്യാങ്ങുകളുടെ ഒരു തുടക്കത്തെക്കുറിച്ച് ആ കഥ പറയുന്ന സിനിമയാണ്. 60-കൾ 70-കളുടെ ആ കാലഘട്ടത്തെയാണ്. 60-കൾ കാലഘട്ടം, ഏർലി 70s ഒക്കെ. ദ ഔട്ട്ലോ മോട്ടോർ സൈക്കിൾസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതായത് ഒരു ക്രൈം ഗ്യാങ്ങൊക്കെ ആയിട്ട് പല ഗവൺമെൻറ്റുകളും കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി ആണെങ്കിലും ദ ബൈക്ക് റൈഡേഴ്സ് എന്ന പുസ്തകം ഫോട്ടോ ബുക്ക്, അത് ഡാനി ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ 60-കളിൽ ഈ ഔട്ട്ലോ മോട്ടോർ സൈക്കിൾ ക്ലബിൻ്റെ ഭാഗമായി അവരിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയാൾ ഉണ്ടാക്കിയൊരു ഫോട്ടോ ബുക്ക്. അതാണ് ആ പുസ്തകത്തിനെ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ജെഫ് നിക്കോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ടോം ഹാർഡി, ഓസ്റ്റിൻ ബട്ട്ലർ, ജോഡി കോർണർ ഇതൊക്കെയാണ് അഭിനയിക്കുന്നത്. ഇതിൽ ടോം ഹാർഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ധാരാളം സിനിമകളുണ്ട്. ഒരു മാർവലിൻ്റെ വെനം അടക്കം ഗംഭീര നടനാണ്. ഒരു പ്രാവശ്യം കമൽഹാസനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും നടനോട് അസൂയ തോന്നുന്നുണ്ടോ? കാരണം ഇത്ര വ്യത്യസ്ത കഥാപാത്രങ്ങൾ കിട്ടുന്നു, അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഏതെങ്കിലും നടനോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കമൽഹാസൻ പറഞ്ഞത്, ടോം ഹാർഡിയോട് ഇടയ്ക്ക് അസൂയ തോന്നാറുണ്ട്, അത്രയും വ്യത്യസ്ത കഥാപാത്രങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. ഓസ്റ്റിൻ ബട്ട്ലറിനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എൽവിസ് എന്ന് പറഞ്ഞ സിനിമയിൽ എൽവിസ് പ്രിസ്ലി ആയിട്ട് അഭിനയിച്ച അയാളാണ്, ഓസ്റ്റിൻ ബട്ട്ലറാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോണി എന്ന് പറഞ്ഞിട്ടുള്ള ടോം ഹാർഡി ഒരു ടി വി കണ്ടിട്ട്, അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ രൂപത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഡാനി ലിയോൺസിൻ്റെ ക്യാരക്ടർ കേറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജോഡി കോർണർ കേറ്റി ഈസ് ബെന്നീസ് വൈഫ്, അതായത് ഓസ്റ്റിൻ ബട്ട്ലറിൻ്റെ എൽവിസായി അഭിനയിച്ചിരുന്ന ആളുടെ ഓസ്റ്റിൻ ബട്ട്ലറിൻ്റെ വൈഫാണ് കേറ്റി. അപ്പോൾ കേറ്റിയോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഈ അയാളുടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്കിലാണ് കഥ പറയുന്നത്, എങ്ങനെയാണ് ഈ ബൈക്ക് ക്ലബ്ബ് വന്നത്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ജോണി എന്ന് പറഞ്ഞുള്ള ടോം ഹാർഡിയുടെ ക്യാരക്ടർ ആണ് ഈ ക്ലബ്ബ് തുടങ്ങുന്നത്. അയാളപ്പം ഏതോ ഒരു സിനിമ കാണുമ്പം, മെർലിൻ ബ്രാൻഡോൻ്റെ ഒരു സിനിമ കാണുമ്പോഴായിട്ട് അതിൽ മെർലിൻ ബ്രാൻഡോ ഒരു ബൈക്ക് ക്ലബ്ബ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇയാൾക്ക് ഐഡിയ കിട്ടുന്നത്. ഇയാളൊരു ട്രക്ക് ഓടിക്കുന്ന ഒരാളാണ്. അങ്ങനെ അയാൾ ബൈക്ക് ക്ലബ്ബ് തുടങ്ങുന്നു. ആ ബൈക്ക് ക്ലബിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ വേറെ ഒരാൾ മൈക്ക് ഷാനൻ ഉണ്ട്, പിന്നെ അതേമാതിരി നമ്മളെ ഓസ്റ്റിൻ ബട്ട്ലർ ഉണ്ട്. അങ്ങനെ അവർ ഭയങ്കര എൻജോയ് ആയിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യുന്നു. അല്ലാണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നിങ്ങളുടെ ക്ലബിൻ്റെ, ഞങ്ങൾ അവിടെ തുടങ്ങട്ടെ, നിങ്ങളുടെ വാൻഡൽസ് എന്നാണ് ഈ ക്ലബിൻ്റെ പേര്, അതായത് ഔട്ട്ലോ മോട്ടോർ സൈക്കിൾ ക്ലബിൻ്റെ അതേ കഥയാണെന്നുണ്ടെങ്കിലും, അതേപോലുള്ള കഥയാണെന്നുണ്ടെങ്കിലും ഒരു വാൻഡൽസ് എന്ന് പറഞ്ഞ് ഈ ക്ലബിൻ്റെ പേര്. അപ്പോൾ വാൻഡൽസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി, ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലബ്ബ് തുടങ്ങണം എന്നൊക്കെ, ഓരോ സ്ഥലത്ത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് സമ്മതമൊക്കെ മേടിക്കും. കുറേ കഴിയുമ്പോൾ ഈ ക്ലബ്ബ് അങ്ങ് ഭയങ്കരമായിട്ട് വലുതാവും. മാത്രമല്ല കുറേ യങ്ങർ ആൾക്കാർ അതിലേക്ക് വരും. അപ്പോൾ ഇതിൽ തുടങ്ങിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർ അടിക്കുക എന്നുള്ളതല്ല എൻ്റെ അപ്പുറമല്ല. അത് കഴിഞ്ഞ് യങ്ങായിട്ട് കുറേ ആൾക്കാർ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവർ ക്രൈമും പിന്നെ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസമാവും. ആ ക്ലബിലുള്ള ആൾക്കാരുടെ, ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇടയിലുള്ള നേച്ചർ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ക്രൈം ഗ്യാങ്ങായിട്ട് തുടങ്ങാതെ അതൊരു കൂട്ടായ്മയായി തുടങ്ങി അതെങ്ങനെ ഒരു ക്രൈം സംഭവമായി മാറുന്നു എന്നതും കൂടിയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. കുറച്ചൊരു സീരിയസ് മൂവി, അതേപോലെ തന്നെ ഗംഭീര ആക്ടിങ്. എനിക്കൊന്ന് നമ്മൾ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തൊരു നടന്മാരാണ്, നടികളാണ് എന്നൊക്കെ തോന്നുന്ന ഒരു സിനിമയും കൂടെയാണ്. ചാൻസ് കിട്ടിയാൽ കാണുക ദി ബൈക്ക് റൈഡേഴ്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു സിനിമയായിട്ട് ഇനിയും വരാം. നബനായനെ.